കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കാത്തലിക് ടി വിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. നവംബർ മാസം 5-ാം തീയതി ഞായറാഴ്ചത്തെ കൂദോസ് ഈത്തോ തിരുനാൾ ആചരണത്തോടുകൂടി നമ്മളൊരു പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനാക്രമത്തിൻ്റെ കലണ്ടർ ക്രമീകരണത്തിലെ ഒരു വർഷം പൂർത്തീകരിച്ച് ഒരു പുതുവർഷത്തേക്ക് പ്രവേശിക്കുകയാണ്. പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും നേരുകയാണ്. ഈ കൂദോസ് ഈത്തോ ഞായർ ആചരണം സഭയുടെ വിശുദ്ധീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സഭയുടെ വിശുദ്ധീകരണം എന്നാൽ സഭയിലുള്ള ഓരോ മക്കളുടെയും വിശുദ്ധീകരണമാണ്. സഭാവിശ്വാസികളുടെ വിശുദ്ധീകരണമാണ്. ഇപ്രകാരം കൂദോസ് ഈത്തോ ഞായർ ആചരിച്ച് സ്വയം വിശുദ്ധീകരിച്ച് ഒരു പുതിയ വത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ഇപ്രകാരമുള്ളൊരു വിശുദ്ധീകരണത്തിന് നമ്മളെ ക്ഷണിക്കുകയാണ്. യേശു തമ്പുരാൻ കേസറിയ ഫിലിപ്പി ദേശത്തു വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ശിഷ്യന്മാർ നൽകുന്ന മറുപടിയും യേശു തമ്പുരാൻ അവരോട് അതിന് മറുപടിയായി നൽകുന്ന വേദഭാഗവും അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളും, തുടർന്ന് ക്രിസ്തു തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അല്പം മുമ്പ് ശ്ലാഘിക്കപ്പെട്ട പത്രോസ്ലീഹ യേശുവിനാൽ ശാസിക്കപ്പെടുന്നതുമാണ് സുവിശേഷ ഭാഗത്തിലെ ഇതിവൃത്തം. കൂദോസ് ഈത്തോ ഞായറാഴ്ച നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ട ഞായറാഴ്ചയാണ്. അതിൻ്റെ പദ അർത്ഥം തന്നെ അപ്രകാരം തന്നെയാണ്. കൂദോസ് അത് കിദാശ് എന്ന സുറിയാനി പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അതിന് വിശുദ്ധീകരണം എന്ന് അർത്ഥം. ഈത്തോ എന്ന പദത്തിന് സഭ എന്ന് അർത്ഥം. ഇപ്രകാരം ഈ ഞായറാഴ്ച വിശുദ്ധീകരണത്തിലേക്ക് തിരുസഭ വചനത്തിലൂടെ, വചനധ്യാനത്തിലൂടെ, ആരാധനക്രമ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. കേസറിയ ഫിലിപ്പി ദേശം. യേശു തമ്പുരാൻ യാത്രാമധ്യേ കേസറിയ ഫിലിപ്പി ദേശത്ത് എത്തിച്ചേരുന്നു. ഈ കേസറിയ ഫിലിപ്പി ദേശത്തിന് പ്രത്യേകതയുണ്ട്. ഫിലിപ്പ് 2-ാമൻ രാജാവ് പണി കഴിപ്പിച്ച ഒരു പട്ടണമാണ് കേസറിയ ഫിലിപ്പി. ഫിലിപ്പ് 2-ാമൻ രാജാവിൻ്റെ ഭരണ നൈപുണ്യങ്ങൾ വളരെ പ്രത്യേകതകളുള്ളതാണ്. അതുവരെയും യഹൂദ ജനത, ആ ദേശത്തുള്ള ജനത കണ്ടിട്ടുള്ളതിൽ വച്ച് വ്യത്യസ്തമായ ഒരു ഭരണരീതി കൊണ്ടുവന്ന ഒരു രാജാവാണ് ഫിലിപ്പ് 2-ാമൻ രാജാവ്. തങ്ങളുടെ ജനത്തിന് ക്ഷേമമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ക്ഷേമത്തിനു വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ അല്പം താല്പര്യത്തോടുകൂടി വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു രാജാവാണ് ഫിലിപ്പ് 2-ാമൻ രാജാവ്. അതുപോലെ തന്നെ ഫിലിപ്പ് 2-ാമൻ രാജാവ് റോമ ചക്രവർത്തിയോട് കൂറു പുലർത്തിയിരുന്ന രാജാവാണ്. അതുകൊണ്ടാണ് തൻ്റെ ചക്രവർത്തിയായ സീസറിൻ്റെ പേരിൽ പണി കഴിപ്പിക്കുകയും സീസറിൻ്റെ പേരോട് ചേർത്ത് തൻ്റെ നാമം കൂടെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താണ് ഈ പട്ടണം, കേസറിയ ഫിലിപ്പി പട്ടണം പണി കഴിപ്പിക്കുകയും അതിന് കേസറിയ ഫിലിപ്പി, സീസറിൻ്റെ ഫിലിപ്പി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഈ ഫിലിപ്പ് 2-ാമൻ രാജാവാണ് നാണയത്തിൽ ചക്രവർത്തിയുടെ രൂപം കൂടെ ആലേഖനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പിന്നീട് ഒരവസരത്തിൽ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രമാണിമാർ, ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നികുതി കൊടുക്കേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, ആ നാണയം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആ നാണയത്തിൽ ആലേഖനം ചെയ്ത ചിത്രം ആരുടെ എന്ന് ചോദിക്കുമ്പോൾ സീസറിൻ്റേത് എന്ന് പറയുന്നു. ഇപ്രകാരം നാണയത്തിൽ ചക്രവർത്തിയുടെ ചിത്രം കൂടെ ആലേഖനം ചെയ്തത് ഈ കേസറിയ ഫിലിപ്പി പട്ടണം പണി കഴിപ്പിച്ച ഫിലിപ്പ് രാജാവാണ്. ഇപ്രകാരം പ്രത്യേകതകളുള്ള ഒരു അഭിമുഖ ഭരണം നടത്തുന്ന ഒരു രാജാവിൻ്റെ ചക്രവർത്തിക്ക് അധീനനായി ചക്രവർത്തിയോട് സൗഹൃദം പുലർത്തുന്ന ഒരു രാജാവിൻ്റെ ദേശത്ത് ചെന്ന് നിന്ന്
യേശു തമ്പുരാൻ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നത് യേശു ആരെന്ന് ആണ് എന്ന ചോദ്യത്തിൽ. ജനങ്ങൾ പറയുന്ന മറുപടി ശിഷ്യന്മാർ ആവർത്തിക്കുന്നു. അവർ പറയുകയാണ്, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. സ്നാപക യോഹന്നാൻ എന്ന് പറയാൻ കാരണമുണ്ട്. സ്നാപക യോഹന്നാൻ വളരെ തീക്ഷ്ണവാനായ ഒരു പ്രവാചകനായിരുന്നു. ഈ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെടുകയും യേശു തമ്പുരാൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ, യേശു തമ്പുരാൻ്റെ വാക്കുകളിലെ തീക്ഷ്ണത കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ എന്ന് ജനം സംശയിക്കുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഏലിയ എന്ന് പറയാൻ കാരണം, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് ഏലിയ മടങ്ങി വരും എന്ന ഒരു വിശ്വാസം യഹൂദജനത്തിന് ഇടയിൽ, ചിലരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ്, ദൈവപുത്രൻ അവതരിക്കുന്നതിന് മുമ്പ് ഏലിയ മടങ്ങി വരും എന്ന ഒരു വിശ്വാസം യഹൂദജനത്തിന് ഇടയിലുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലിയും വാക്കുകളിലെ തീക്ഷ്ണതയും ഒക്കെ കണ്ടപ്പോൾ ഏലിയ മടങ്ങി വന്നതാണോ എന്ന ഒരു സംശയം. ജെറമ്യ പ്രവാചകൻ മരിച്ചു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ ജെറമ്യ മരിച്ചിട്ടില്ല എന്നും വിശ്വസിക്കുന്നു. ആകയാൽ യേശുവിൻ്റെ പ്രവൃത്തികളിലെ സമാനതകൾ, യേശുവിൻ്റെ വാക്കുകളിലെ പ്രവാചക തുല്യമായ അർത്ഥധ്വനികൾ ജെറമിയായാണ് ഇപ്രകാരം എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ്റെ വാക്കുകളിലെ പ്രവാചക ധീരത ഇവൻ പ്രവാചകരിൽ ഒരുവനാണോ എന്ന് ചിന്തിക്കുവാനായി പ്രേരിപ്പിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആ കേസരിയ ഫിലിപ്പി ദേശത്തുള്ള യേശു തമ്പുരാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കുന്ന, യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അനുവാചകരുടെ ഒരു സമൂഹത്തെ ഒരു നാടക രൂപത്തിൽ കാണുകയാണ്. ഇപ്രകാരം ഒരു നാടക രൂപത്തിൽ കാണുമ്പോൾ യേശു തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരുടെ മറുപടി ഈ കൂടെ ആയിരിക്കുന്നവരൊക്കെ കേൾക്കുകയാണ്. ചിലർ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ അതിന് ചിലർ തലയാട്ടുന്നു, ചിലർ അല്പം പരിഹാസത്തോടെ ചിരിക്കുന്നു, ചിലർ ഒരു പുഞ്ചിരി. വേറെ ചിലർ പറയുന്നു ഇത് ഏലിയായാണെന്ന് പറയുന്നു. അപ്പോൾ മറ്റു ചിലർ അനുകൂലിക്കുന്നു, ചിലർ പിറുപിറുക്കുന്നു. ഇത് ജെറമിയായാണെന്ന് പറയുമ്പോൾ ചിലർ അതിനെ തലയാട്ടി സമ്മതിക്കുന്നു, ചിലർ പരിഹസിക്കുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നു. പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്ന് പറയുമ്പോൾ അതിനോടും പല വിധത്തിലുള്ള പ്രതികരണം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുള്ള ഒരു സമൂഹത്തോട് യേശു വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇന്ന് നമ്മളോടും വ്യക്തിപരമായി ചോദിക്കുകയാണ്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ജനങ്ങൾക്ക് ഉള്ള ധാരണ അവ്യക്തമായ ധാരണയാണ്. അപ്പം ഭക്ഷിച്ചു തൃപ്തരായവർക്ക് ആ സംതൃപ്തിയുടെ ധാരണ, സൗഖ്യം ലഭിച്ചവർക്ക് സൗഖ്യത്തിൻ്റെ ധാരണ, യേശു തമ്പുരാൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവർക്ക് ആ അത്ഭുത ശക്തിയെക്കുറിച്ചുള്ള, അത്ഭുത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഉത്സാഹം, അത് വീണ്ടും അത്ഭുതങ്ങൾ കാണുവാനുള്ള ആകാംക്ഷ, യേശുവിൻ്റെ വാക്കുകളിലെ ധീരത കണ്ടവർ ഇവൻ തന്നെയോ പ്രവാചകനെന്ന് സംശയിക്കുന്ന സംശയത്തിൻ്റെ ധ്വനി. ഇങ്ങനെ അവ്യക്തമായ ധാരണകളാണ്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് എന്നും അന്നും കാലചക്രത്തിൻ്റെ സംക്രമണത്തിലും ഇന്നും വളരെയധികം വിഭിന്നതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും യേശുവിനെ ഒരു സാധാരണ നേതാവായി മാത്രം കാണുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ പോലും. യേശുവിനെ പറ്റി ചോദിക്കുമ്പോൾ ഉത്തരങ്ങളുണ്ട്. അവൻ രക്ഷകനാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ ചോദ്യം, യേശു ആരെന്നാണ് നീ പറയുന്നത്? യേശു എൻ്റെ രക്ഷകനാണ് എന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരം എന്താണ്? പത്രോസിനോടും ശിഷ്യന്മാരോടും ചോദിച്ച അതേ ചോദ്യം
ഇന്ന് ഈ സമൂഹത്തിൽ നമ്മുടെ മുമ്പിലും മുഴങ്ങുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന പത്രോസിൻ്റെ മറുപടി അവൻ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകളുണ്ട്, ഞാനും പിതാവും ഒന്നാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് പ്രവേശിക്കുന്നില്ല. വീണ്ടും അവൻ പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ നിത്യജീവൻ്റെ പാനീയമാണ്, എന്നെ പാനം ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവനിൽ ഞാൻ വസിക്കും, അവനിൽ ഞാനും വസിക്കും. ഇപ്രകാരം യേശുവിൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പത്രോസിൻ്റെ മറുപടി, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന മറുപടിയുടെ വ്യാഖ്യാനങ്ങളാണ് ഇതെല്ലാം കാണുക. രണ്ടാമതായി പത്രോസിന് ലഭിച്ച ഈ അറിവ്, യേശു തന്നെ പറയുന്നു, നീ ഭാഗ്യവാനാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങൾ എന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ പലപ്പോഴും മാനുഷികതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. മനുഷ്യരാരുമല്ല, മറിച്ച് ദൈവകൃപയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ആകയാൽ നീ ഭാഗ്യവാനാണ്, കാരണം നിനക്ക് ദൈവകൃപ സ്വീകരിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ഇതാണ് പത്രോസിനോട് യേശു പറയുന്നത്. നീ ഭാഗ്യവാനാണ്, എന്തെന്നാൽ നിനക്ക് ദൈവകൃപ ലഭിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് നീ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിതുയർത്തും. നീ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിതുയർത്തും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറ, അത് ക്രിസ്തുവാകുന്ന തീക്കൽപ്പാറയുടെ മുകളിൽ പണിതുയർത്തപ്പെടുന്ന സഭയുടെ പ്രതീകമാണ്. ക്രിസ്തുവാകുന്ന സഭയുടെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുക വിശുദ്ധീകരണത്തിലേക്കാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ദൈവം ശുദ്ധിയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും ശുദ്ധിയുള്ളവരായിരിക്കും. ജോഷുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ഞാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ഞാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കൂദോശ് ഈത്തോയുടെ ഈ ഞായറാഴ്ച നമ്മുടെ വിശ്വാസ ജീവിതത്തെയും സഭാത്മക ജീവിതത്തെയും വിലയിരുത്തുവാനായി സഭാമാതാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവാകുന്ന തീക്കൽപ്പാറയിൽ അടിസ്ഥാനമിടപ്പെട്ട് പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ പാറയിൽ പണിതുയർത്തപ്പെട്ട സഭയുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടണം, നിരന്തരം വിശുദ്ധീകരിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ, അവൻ്റെ ശരീരത്തോട് ചേർന്ന്, അവൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശുദ്ധീകരിക്കപ്പെടണം. ഈ കൂദോശീത്തോ ഞായറാഴ്ചയുടെ ആചരണം വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ ക്ഷണിക്കട്ടെ, വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഏവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.